സത്യത്തിൽ ഈ ഒരു വീഡിയോ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതിന് മുന്നേ ചെറിയ ചെറിയ ശബ്ദങ്ങൾ അല്ലെങ്കിൽ ഈ ഹൊറർ മൂവീസിൽ നമ്മൾ കാണൂല്ലോ പെട്ടെന്നുള്ള സീനുകൾ, അതേപോലെ തന്നെ ശബ്ദം, ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണാതിരിക്കുക. കാരണം ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു ജംപ് സ്കെയർ സീനുകളെല്ലാം വരുമ്പോൾ പേടിക്കുന്നവരാണ് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ കേൾക്കുന്ന ശബ്ദം ഇതെല്ലാം കേട്ട് നിങ്ങൾ നല്ലതുപോലെ ഞെട്ടും, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ദയവ് ചെയ്ത് നിങ്ങൾ കാണാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ നല്ലൊരു ഹെഡ്സെറ്റ് എടുത്ത് വെച്ച് ഒറ്റയ്ക്ക് ഒരിടത്തിരുന്ന് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഹൊറർ മൂവി എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നോർമലായിട്ട് ഞാൻ സ്റ്റോറി പറയുന്ന ആ ഒരു രീതിയിലല്ല ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൊണ്ട് നല്ലൊരു ഹെഡ്സെറ്റും വെച്ച് ഒറ്റയ്ക്ക് പേടിക്കാതെ കാണാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു തീർക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2024 ഒരു ഫൗണ്ട് ഫൂട്ടേജ് ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഡു നോട്ട് എൻട്രി എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു മൂവി വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇതുവരെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. അത്ര മാത്രമേ ഉള്ളൂ. ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിലെ രണ്ട് ചെറുപ്പക്കാരെ കാണിക്കാണ്. ഒരാളുടെ പേര് ക്രിസ്ത്യൻ, മറ്റൊരാളുടെ പേര് ആൽഡോ. ഇവർ രണ്ടുപേരും യൂട്യൂബേഴ്സാണ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ പുതുതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു വ്ളോഗായിട്ട് തന്നെ ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ലൈവായിട്ടുള്ള വീഡിയോസ് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ വോളിബോൾ കളിക്കുന്നത് അവർ ലൈവായിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അതുമല്ല അതിൽ വരുന്ന കമന്റുകളും കാര്യങ്ങളെല്ലാം ഇവർ നല്ലതുപോലെ വായിക്കുന്നുണ്ട്. ഇതിൽ ആൽഡോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു റോസ് മുടിക്കാരനുണ്ടല്ലോ, അവനാണെങ്കിൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കും. അവന് സംസാരിക്കാതിരിക്കാനാണ് കഴിയാത്തത്. അവൻ എപ്പോഴും ആക്റ്റീവായിട്ടുള്ള ക്യാരക്ടറാണ്. അങ്ങനെ ഈ ഒരു വോളിബോളിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോഴത്തേക്കാണ് ക്രിസ്ത്യൻ പെട്ടെന്ന് നിലവിളിക്കുന്നു. എന്താണെന്ന് ചെന്ന് നോക്കുമ്പോഴത്തേക്കും കളിച്ച് അവന്റെ വിരല് ഒടിഞ്ഞുപോയി. അതും വെച്ചിട്ട് അവൻ അനങ്ങാതെ ഇങ്ങനെ നിൽക്കാണ്. അപ്പോൾ ഇവരുടെ കൂടെ വേറൊരുത്തനും കൂടി ഉണ്ട്. അപ്പോൾ അവൻ പറയും, ഓക്കെ നമുക്കിത് ശരിയാക്കാം, എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ആദ്യം പോവാം, കാരണം എൻ്റെ അച്ഛൻ ഒരു ഡോക്ടറാണെന്ന് പറയുമ്പോൾ ഇവൻ പറയും എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അതിനു മുന്നേ ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ശരി 1 2 3 പറഞ്ഞിട്ട് അതിപ്പോൾ നോക്കാൻ പോവാണ് എന്നും പറഞ്ഞ് 1 2 3 പറയുന്നതിന് മുന്നേ തന്നെ കൈ പിടിച്ചങ്ങ് നോക്കും. ഇവനാണെങ്കിൽ വേദന കൊണ്ട് കരയുമ്പോഴത്തേക്കും ആൾഡോ ഇതെല്ലാം കണ്ട് നല്ലതുപോലെ ചിരിച്ചിട്ട് ഈ ഒരു വീഡിയോയിലും അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കെട്ടിവെച്ച ആ ഒരു കൈയും വെച്ച് അവനെയും കളിയാക്കി. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്താണ് ആൾഡോ മ്യൂസിക് എല്ലാം വെച്ചിട്ട് ഡാൻസ് എല്ലാം കളിച്ച് പോകുന്നത്. ക്രിസ്ത്യൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അതും വെച്ച് ഇങ്ങനെ കളിയാക്കി ചിരിക്കും. എന്നിട്ടാണ് പുറകിൽ നിന്നും ആ ഒരു ബോൾ എടുത്തിട്ട് ക്രിസ്ത്യന്റെ തലയിലേക്ക് ഒരു ഒറ്റയേറ് അത് തെറിച്ച് ഈ റോഡിന്റെ മറ്റൊരു വശത്തേക്ക് പോകുമ്പോൾ ആൾഡോ ആണെങ്കിലും ഹേയ് ക്രിസ്ത്യൻ നീ എന്താ ചെയ്തതെന്നും പറഞ്ഞിട്ട് ഓടിച്ചെന്ന് ആ ഒരു ബോൾ എടുത്ത് ക്രിസ്ത്യനെ അടിക്കാൻ വേണ്ടി കാലുകൊണ്ടൊരു ഒറ്റ അടി. പക്ഷെ ബോൾ തെറിച്ച് അടുത്തുള്ള ആ ഒരു മതിൽ കെട്ട് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോവാണ്. അപ്പോൾ ക്രിസ്ത്യൻ പറയും, ഹലോ പോയി ആ ബാൾ എടുത്തുണ്ടോ, നീയല്ലേ അടിച്ചു കളഞ്ഞത്, പോയി എടുത്തിട്ട് വരാൻ പറയുന്നതും ഇത് വലിയൊരു മതിലാണ്, നല്ല ഉയരമുണ്ട്, അത്രയും വലിയൊരു ഗേറ്റും. അപ്പൊ ഇവൻ ചെന്നിട്ട് ആ ഒരു സ്വിച്ചില് പ്രസ് ചെയ്ത് ഈ ഒരു ഗേറ്റ് തുറക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്നില്ല. എന്തായാലും ഈ ഒരു മതിൽ ചാടി പോയേ പറ്റൂ. അങ്ങനെ വേറെ വഴിയില്ലാതെ നമ്മുടെ ആൾഡോ ആ ഒരു മതിലിന് മുകളിലേക്ക് കയറിയിട്ട് ഇപ്പൊ അകത്തേക്ക് ചാടിപ്പോയി. ക്രിസ്റ്റിയാണെങ്കിൽ വെളിയിൽ വെയിറ്റ് ചെയ്യാണ്. കുറെ കഴിഞ്ഞിട്ടും ആൾഡോ തിരിച്ചു വരുന്നില്ല. എന്താണെന്നറിയാൻ വേണ്ടി ക്രിസ്റ്റിയും ക്യാമറ ഓഫ് ആക്കിയിട്ട് ആ ഒരു മതിൽ ചാടിക്കടന്ന് അപ്പുറത്തേക്ക് ചെന്ന് ക്യാമറ ഓൺ ആക്കുന്നതും ഒരു വലിയ വീടാണിത്, ഒരു 3 നിലയുള്ള വീട്. അങ്ങനെ ക്രിസ്റ്റി ആയാലും പതിയെ ആ ഒരു വീടിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അടുത്തൊരു വശത്ത് നിന്ന് എന്തൊരു ശബ്ദം കേട്ടിട്ട് ആൾഡോ നീ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ച് ക്രിസ്റ്റി ഇപ്പൊ ആ ഒരു വശത്തേക്ക് നടന്ന് ചെല്ലുകയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല പേടിയാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ നേരെ ആ ഒരു വീടിന്റെ മറ്റൊരു വശത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു പഴയ കിണറുണ്ട്. അവിടെ നിന്നും പലയിടങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ക്രിസ്റ്റി പറയും, ആൾഡോ ഈ തമാശ കാണിക്കുന്നത് നിർത്ത്, എന്നിട്ട് മുന്നിലേക്ക് വരാൻ പറയുന്നതും ഒരനക്കവും ഇല്ല. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റി പാതിയെ ആ ഒരു കിണറുണ്ടല്ലോ, ആ ഒരു കിണറിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ചെന്നിട്ട് കിണറിനുള്ളിലേക്ക് എത്തി നോക്കുന്നതും ആഹാ കാണിക്കുമ്പോൾ അതിനകത്ത് ക്രിസ്റ്റി മരിച്ചു കിടക്കുന്നു. പെട്ടെന്ന് ആ ഒരു ക്യാമറയും കൊണ്ട് തിരിയുമ്പോൾ ഇതുപോലെ ആൾഡോ അലറി വിളിച്ചു വരുന്നതും എടാ കളിക്കുന്നതൊന്നും നിർത്ത്, ഞാൻ നല്ലതുപോലെ പേടിച്ചുപോയി, ഇതുപോലെ ഒന്നും കാണിക്കരുത് കേട്ടോ എന്നെല്ലാം പറഞ്ഞിട്ട് ക്രിസ്റ്റി ഇപ്പോൾ വീണ്ടും ആ ഒരു കിണറിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ ആ ഒരു ശരീരം കാണുന്നില്ല. ഇനിയിപ്പോ ക്രിസ്റ്റിക്ക് തോന്നിയതാണോ എന്തോ. എന്നിട്ട് നമ്മുടെ ആൾഡോയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആൾഡോ ആയാലും ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് അവൻ ചിരിച്ചിങ്ങനെ പറയാണ്, ക്രിസ്റ്റി നല്ലതുപോലെ പേടിച്ചു, എന്റെ പ്ലാൻ എന്തായാലും നടന്നു എന്നെല്ലാം പറഞ്ഞ് നടന്ന് വരുമ്പോഴത്തേക്കും ഈ ഒരു വീട് കാണുമ്പോൾ അവൻ പറയുന്നുണ്ട്, ശരി ഗായ്സ് നമുക്ക് എന്തായാലും ഈ ഒരു വീടും ഒരു ദിവസം വന്ന് നോക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു പടിക്കെട്ട് വഴി താഴേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ആൾഡോ ഇപ്പൊ പറയണ്, വലിയൊരു സ്ഥലമല്ലേ, വലിയൊരു മുറ്റം തന്നെയുണ്ട്, ദേ നോക്ക് അവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട് എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇവര് രണ്ടുപേരും പെട്ടെന്ന് പേടിച്ച് ആ ഒരു സ്റ്റെപ്പിനടുത്തായിട്ട് പോയി ഒളിച്ചിരിക്കും. ആരാ വരുന്നതെന്നറിയാൻ വയ്യ. ഇനിയിപ്പോ വീടിനകത്ത് ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ. അങ്ങനെ കുറെ നേരം അവിടെ ഇരുന്നിട്ടും ആരും ഇറങ്ങി വരുന്നില്ല. ഇനി കാറ്റുമെല്ലാം അടിച്ച് തുറന്നതാണോ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും പതിയെ ആ തുറന്നു കിടക്കുന്ന ഡോറിനടുത്തേക്ക് നടന്നിങ്ങനെ ചെല്ലും. ക്രിസ്റ്റി നീ എന്താ അവിടെ ഇരിക്കുന്നേ, പേടിക്കാതെ വാ.
രണ്ടുപേരും പേടിച്ച് തിരിഞ്ഞൊരു ഒറ്റ ഓട്ടം. ഒരിടത്ത് പോലും നിൽക്കുന്നില്ല. അവിടെ വെച്ച് ഈ ഒരു മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കാണ് ഡു നോട്ട് എൻ്റർ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വീട്ടിൽ കാണിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ക്രിസ്റ്റിയുടെ വീട്ടിലാണ് ആൾഡോ ഉള്ളത്. ആ ഒരു സമയത്താണ് നമ്മുടെ ക്രിസ്റ്റി ലാപ്ടോപ്പിൽ എന്തോ എഡിറ്റ് ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഡോർ തുറന്നു കിടക്കുന്ന സമയത്ത് രണ്ടുപേരും അതിനകത്ത് കയറാൻ ചെല്ലുമ്പോൾ അത് അടയോലോ. ആ ഒരു സ്ഥലത്ത് ഒരു പ്രേതം നിൽക്കുന്നത് പോലെ ക്രിസ്റ്റി ഇപ്പോൾ എഡിറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് അത് വിളിച്ച് നമ്മുടെ ആൾഡോയ്ക്ക് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആൾഡോ അത് കണ്ട് ഞെട്ടിയിട്ടാണ്, ഹേയ് ക്രിസ്റ്റി, നീ ഇതുപോലെയല്ല എഡിറ്റ് ചെയ്യോ, സൂപ്പർ ആയിട്ടുണ്ട്, ഓക്കെ ഇതെന്തായാലും നമുക്ക് അപ്ലോഡ് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ക്രിസ്റ്റി പറയും, ഇല്ല ഇത് നമ്മള് വെറുതെ ചെയ്തല്ലേ, ഇതാളെ പറ്റിക്കലാണെന്ന് പറയുമ്പോൾ, ഏയ് അതൊന്നും വലിയ കാര്യമാക്കണ്ട, ഇപ്പൊ എല്ലാവരും അതുപോലെയൊക്കെ ചെയ്തിട്ടാണോ, അതുകൊണ്ട് നീ എന്തായാലും അപ്ലോഡ് ചെയ്യ്, നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചാലോ എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ ആ ഒരു വീഡിയോ അപ്ലോഡും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ അടുത്ത ദിവസം ക്രിസ്റ്റി ആൾഡോയെ വിളിക്കാണ്. ആൾഡോ ആണെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്തോണ്ടിരിക്കുന്നു. അപ്പോഴാണ് ക്രിസ്റ്റി പറയുന്നത്, ആൾഡോ നീ നമ്മുടെ വീഡിയോയുടെ വ്യൂ കണ്ടായിരുന്നു? ഇല്ല കണ്ടില്ല, എന്തു പറ്റി, നിനക്കിപ്പോ വരാൻ കഴിയോ? ഇല്ല ഞാൻ ജോലിയിലാണ്. ഇല്ല നീ ഇത്രയും പെട്ടെന്ന് ഇവിടേക്ക് വന്നേ പറ്റൂ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആൾഡോയെ ക്രിസ്റ്റി നേരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തും. വീട്ടിൽ വന്ന് നമ്മുടെ ആൾഡോയ്ക്ക് ആ ഒരു വ്യൂ എത്രയാണെന്ന് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കാണ് 9 മണിക്കൂർ കൊണ്ട് തന്നെ 2,30,000 വ്യൂ ഉണ്ട്. അതുമല്ല ഇവർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ വ്യൂ ഇങ്ങനെ കൂടുന്നുണ്ട്. അപ്പോൾ 1 മിനിറ്റിൽ 1000 വ്യൂ വെച്ച് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ക്രിസ്റ്റിക്കും ആൾഡോയ്ക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതിന് മുന്നേ ആണെങ്കിൽ 100-200 വ്യൂസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഈ ഒരു ഒറ്റ വീഡിയോയ്ക്ക് ഇത്രയും വ്യൂ കിട്ടിയത് കൊണ്ട് തന്നെ രണ്ടുപേർക്കും അത്ര സന്തോഷമായി. ഒരു സെലിബ്രിറ്റി ആയെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും ഒരുപാട് സന്തോഷിക്കാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും നേരെ ആ ഒരു സന്തോഷം ആഘോഷിക്കാൻ വേണ്ടി നേരെ ഒരു ക്ലബിലേക്ക് പോകും. അങ്ങനെ ആ ഒരു ക്ലബിലേക്ക് ചെന്ന് നല്ലതുപോലെ മദ്യപിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആൾഡോ ആണെങ്കിലോ നേരെ മൂത്രം ഒഴിക്കാനായിട്ട് ബാത്റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അവിടെ നിന്ന് മൂത്രം ഒഴിച്ച് ബോധമില്ലാതെ ആ ഒരു പാന്റ് ഊരിയ അവസ്ഥയിൽ തന്നെ അവിടെ കിടക്കാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ക്രിസ്റ്റി അകത്തേക്ക് വന്നിട്ട് ആൾഡോയെ വലിച്ചെടുത്ത് അവനെ പൊക്കിയെടുത്ത് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആൾഡോ ഇപ്പോ ആ ഒരു ലൈവില്, ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, കഴിഞ്ഞ ഞങ്ങളുടെ വീഡിയോ 5 ദിവസം കൊണ്ട് 3 ലക്ഷം വ്യൂ ആണ് കഴിഞ്ഞത്. അത് പുതിയൊരു റെക്കോർഡാണ്. അതിനെന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അടുത്ത 5 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ വീണ്ടും ഒരു ലൈവ് വരും, നിങ്ങൾ ആരും മിസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് വീഡിയോ കട്ട് ചെയ്ത് ഇപ്പൊ ഇവര് രണ്ടുപേരും തീരുമാനിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഇവര് രണ്ടുപേരും എല്ലാം നമ്മുടെ ആൾഡോ അവനിപ്പോ ഒരു സ്ക്രിപ്റ്റ് എല്ലാം എഴുതി റെഡി ആക്കിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ആ ഒരു വീട്ടിൽ കയറി പോയതിനു ശേഷം ഇവർക്ക് പിന്നീട് അമാനുഷികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ വ്യൂസ് ഒരുപാട് ഉണ്ടാകത്തുള്ളൂ എന്നുള്ള രീതിയിൽ ആൾഡോ ക്രിസ്ത്യനോട് പറയുമ്പോഴത്തേക്കും ക്രിസ്ത്യൻ ആണെങ്കിൽ ഈ ഒരു കള്ളത്തരം പറയാനായിട്ട് വലിയ താല്പര്യമില്ല, ഇത് ആളുകളെ പറ്റിക്കുകയാണ് എന്നെല്ലാം പറയുമ്പോൾ ആൾഡോ പറയും, ഹേയ് നമുക്ക് ഇപ്പൊ തന്നെ ഇത്രയും വ്യൂ ഉണ്ട്, ഇനി ഇതുപോലെയുള്ള കണ്ടന്റ് ഇടാതെ എന്തായാലും നമുക്ക് വ്യൂസ് ഉണ്ടാകത്തില്ല, അതുകൊണ്ട് എന്തായാലും നീ ഇതിന് സമ്മതിച്ചിട്ട് ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ വേറെ വഴിയില്ലാതെ നമ്മുടെ ക്രിസ്ത്യനും അതിന് സമ്മതിച്ച് ആ ഒരു സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങാണ്. അപ്പോൾ നമ്മുടെ ആൾഡോയിലും പറയുന്നുണ്ട്, ആ ഒരു വീട്ടിൽ കയറിയതിനു ശേഷം എന്റെ റൂമില് അമാനുഷികമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു, അതും രാത്രി 2 മണിക്ക്. കാരണം ആ ഒരു വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്, അല്ലേ ക്രിസ്ത്യൻ എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും ക്രിസ്ത്യൻ ആയാലും അതേന്നൊക്കെ പറയും. എന്നിട്ടാണ് ഇവർ പറയുന്നത്, ഓക്കെ ആ ഒരു വീടിനകത്ത് വേറെ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരും, അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്നും പറഞ്ഞ് ഇവരിപ്പോ ഈ ഒരു ലൈവ് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഇന്നലെ ഇവരൊരു വീഡിയോ എടുത്തല്ലോ, അതിനും നല്ല രീതിയിൽ വ്യൂസ് ഉണ്ട്, അതുകൊണ്ട് ഇന്ന് എന്തായാലും നമ്മൾ ആ ഒരു വീട്ടിലേക്ക് പോവാണ് എന്നുള്ള കാര്യം ക്രിസ്ത്യനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ക്രിസ്ത്യൻ പറയുന്നത്, ഏയ് നമുക്ക് എന്തായാലും ആ ഒരു വീട്ടിലേക്ക് തിരിച്ചു പോകണോ, അതിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ആൾഡോ പറയും, ക്രിസ്ത്യൻ നിനക്ക് എന്താ കുഴപ്പം, ഇതല്ലാതെ ഇപ്പൊ നമുക്ക് വേറെ വഴിയില്ല, ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എത്ര പേരാണെന്നറിയോ കാത്തിരിക്കുന്നത്, നമ്മുടെ ചാനൽ ഈ ഒരു രീതിയിൽ മാറണമെന്നുള്ളത് നമ്മുടെ രണ്ടുപേരുടെ സ്വപ്നമല്ലായിരുന്നു, അതിപ്പോ നടക്കുകയാണ്, ഇതെല്ലാം വെറുതെ ഇങ്ങനെ കളയണോ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ക്രിസ്ത്യൻ ഇപ്പൊ എന്തായാലും അതിന് സമ്മതിക്കാണ്. അത് കഴിഞ്ഞ് ഇവരിപ്പോ ബാഗ് എല്ലാം പാക്ക് ചെയ്തിട്ട് പോകാനായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ആൾഡോ ചോദിക്കുന്നുണ്ട്, അല്ലെ നമുക്ക് ഫോണിൽ റെക്കോർഡ് ചെയ്താൽ പോരെ? അപ്പൊ ക്രിസ്ത്യൻ പറയും, ഇല്ലില്ല നമ്മൾ എന്തായാലും ക്യാമറ എടുക്കാണ്, കാരണം രാത്രിയിലെ കാര്യങ്ങളൊന്നും ഫോണിൽ നല്ലതുപോലെ റെക്കോർഡ് ആവത്തില്ല. അപ്പൊ ആൾഡോ ചോദിക്കും, അല്ല അപ്പൊ സ്ട്രീം ചെയ്യാൻ കഴിയത്തില്ല എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലില്ല നമുക്ക് എന്തായാലും വീഡിയോസ് എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്ത് പിന്നീട് അപ്ലോഡ് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഓക്കെ ക്രിസ്ത്യൻ നിനക്ക് അത്രയും കഴിവുണ്ട്, നീ വീണ്ടും വീണ്ടും അത് തെളിയിക്കുകയാണ്, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാന്ന് പറഞ്ഞ് ആ ഒരു ക്യാമറ എടുത്തിട്ട് അത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ആൾഡോയ്ക്ക് പറഞ്ഞു കൊടുക്കാണ്. അങ്ങനെ ആൾഡോ ആയാലും ക്യാമറ എടുത്തിട്ട്, ഓക്കെ ഗായ്സ് നമ്മളിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ക്രിസ്ത്യൻ 2-3 ബാറ്ററി കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും രാവിലെ 2 മണിക്ക് ആ ഒരു വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ വഴിയെ നടന്നു പോകുമ്പോഴും അത് അവർ വീഡിയോ എടുത്തിട്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ ആൾഡോ ആ ഒരു മതിലിന്റെ മുകളിലേക്ക് കയറിയിട്ട് ക്രിസ്റ്റിയുടെ കയ്യിൽ നിന്ന് ആ ഒരു ക്യാമറ വാങ്ങിയിട്ട് ക്രിസ്റ്റിയുടെ കയ്യിൽ നിന്ന് ആ ഒരു ക്യാമറ വാങ്ങും. അത് കഴിഞ്ഞ് ക്രിസ്റ്റിയും പതിയെ മുകളിലേക്ക് കയറി രണ്ടുപേരും താഴേക്ക് ഇറങ്ങുന്ന വഴിക്കാണ് നമ്മുടെ ക്രിസ്റ്റീന്റെ ഫോണ് താഴേക്ക് വീണിട്ട് അതങ്ങ് പൊട്ടിപ്പോവും. നാശം പിടിക്കാനായിട്ട്. ഓക്കെ ഇനിയിപ്പോ വേറെ വഴിയില്ല, എന്തായാലും വന്നില്ലേ, വീഡിയോ എടുത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടേക്ക് നടന്നിങ്ങനെ പോവാണ്.
ഹേയ് ക്രിസ്റ്റി, വീട് കാണാൻ കഴിയുന്നുണ്ട്, പെട്ടെന്ന് വാ. അങ്ങനെ രണ്ടുപേരും നടന്ന് ഈ ഒരു വീടിനടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു തകർന്ന ജനാലയുണ്ട്. അത് കാണുമ്പോഴത്തേക്കും ആൾഡോ പറയും ദേ ഇതുവഴിയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ജനാലയുടെ പാളി അത് ഇളക്കി മാറ്റി അവൻ നേരെ അകത്തേക്ക് ചാടി. അത് കഴിഞ്ഞിട്ട് അവൻ ആ ഒരു ക്യാമറ വാങ്ങി ഇപ്പൊ ക്രിസ്റ്റിയും പതിയെ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറിയിട്ടാണ് ഇപ്പൊ നമ്മുടെ ആൾഡോ ഓക്കെ വീഡിയോ റെക്കോർഡല്ലേ, ശരി ഗൈസ് നമ്മൾ എന്തായാലും അത് ചെയ്തു, ഇപ്പൊ ആ ഒരു വീടിനകത്താണ് ഞങ്ങളുള്ളത്, ഇനി ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ എന്തായാലും റെക്കോർഡ് ചെയ്യാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ഇപ്പൊ ഈ ഒരു വീടിനകത്തേക്ക് കയറുന്നതും ആദ്യം തന്നെ വലിയൊരു കുരിശാണ് കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ആൾഡോ ആണെങ്കിൽ മറ്റൊരു റൂമിനകത്തേക്ക് പോവും. എന്നിട്ട് ഇവര് രണ്ടുപേരും പതിയെ മുകളിലേക്ക് നടന്നിങ്ങനെ കയറാണ്. അവസാനം ഇവർ എത്തുന്നത് ഒരു വലിയ ഹാളിലേക്കാണ്. ഇതാണ് മെയിൻ ഹാള്. അപ്പോൾ നമ്മുടെ ആൾഡോ ആയാലും ക്യാമറ നോക്കിയിട്ട് ഓക്കെ നമ്മളിപ്പോ മെയിൻ ഹാളിലാണ്, ഈ ഒരു വീടിന്റെ എല്ലാ ഭാഗം കാണുമ്പോൾ ഈ ഒരു വീട് ഒരു ധനികന്റെ വീടാണെന്നുള്ളതാണ് എന്നും പറഞ്ഞിട്ട് ആ ഒരു വീട്ടിൽ താമസിച്ചിരുന്ന അയാളുടെ വലിയൊരു ചിത്രമുണ്ട്, അതിങ്ങനെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും നേരെ കിച്ചണിലേക്ക് പോകും. കിച്ചണിലേക്ക് പോകുമ്പോഴത്തേക്കും അത്രയും വില കൂടിയ രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ അവിടെ ചെന്നിട്ട് വെള്ളം ഉണ്ടോ എന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കും പൈപ്പിൽ വെള്ളവും കാണുന്നില്ല. ഓക്കെ വെള്ളം എന്തായാലും ഉണ്ടാകത്തില്ല, ഒരുപാട് കാലം കഴിഞ്ഞതല്ലേ, ചിലപ്പോൾ മോട്ടർ ഒന്നും വർക്ക് ചെയ്യുന്നില്ലായിരിക്കാം. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആൾഡോ അവിടെ നിന്നും മറ്റൊരു മുറിയിലേക്ക് പോയി. അപ്പൊ കുറച്ചു കഴിഞ്ഞിട്ട് ക്രിസ്റ്റിയും ആ ഒരു കിച്ചണിൽ നിന്നും ആ ഒരു ഭാഗത്തേക്ക് നടന്ന് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ ഒരു കസേര ഇങ്ങനെ കിടക്കുന്നു. അതുമല്ല ആൾഡോയുടെ ആ ഒരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ടല്ലോ അതും അവിടെ കിടപ്പുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും ക്രിസ്റ്റി വിടുന്ന് ആൾഡോ നീ എവിടെയാ, നിന്റെ ലൈറ്റ് ഇതാ ഇവിടെ കിടക്കുന്നു പറയുന്നതും ആൾഡോ ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല, അവനെ സത്യത്തിൽ കാണാൻ പോലുമില്ല. അങ്ങനെ ക്രിസ്റ്റി ആയാലും അടുത്തേക്ക് ചെന്നിട്ട് ആ ഒരു ടോർച്ചും എടുത്ത് പതിയെ താഴേക്ക് ഇറങ്ങി വരികയാണ്. ആ ഒരു സമയത്ത് അടുത്തുള്ളൊരു ഡോർ ഇങ്ങനെ തുറന്നിരിക്കുന്നു. അപ്പൊ ക്രിസ്റ്റി ആയാലും പതിയെ ആ ഒരു ടോർച്ചും കൊണ്ട് ആ ഒരു ഡോറിനടുത്തേക്ക് ചെന്നിട്ട് അതിങ്ങനെ തുറക്കും. പെട്ടെന്ന് തിരിയുമ്പോഴത്തേക്കും അത് നമ്മുടെ ആൾഡോ ആയിരുന്നു. അവൻ ഈ ഒരു വശത്തിരുന്നിട്ട് അതിലൊരു കയർ കെട്ടി ക്രിസ്റ്റിയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ക്രിസ്റ്റി ആണെങ്കിലും ആൾഡോയെ നല്ലതുപോലെ വഴക്കു പറയും. അപ്പൊ ആൾഡോ പറയും നിന്റെ മുഖം കാണണമായിരുന്നു, നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത് ചെയ്തത്, അതെന്തായാലും വിജയിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് അവനെ കളയാക്കിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ക്രിസ്റ്റിയോട് പറയുന്നത് ക്രിസ്റ്റി നീ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് വെളിയിലേക്ക് പോയിട്ട് ഒന്നുകൂടി എന്നെ കാണാത്തതുപോലെ ഇതിനകത്തേക്ക് കയറി വരണം. ആ ഒരു സമയത്ത് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇതുപോലെ തന്നെ ഈ ഒരു ചെയർ അനക്കാം, ഇതുകൂടി ആകുമ്പോഴത്തേക്ക് ആളുകൾ ഒരുപാട് വിശ്വസിച്ചോളും. ഓക്കെ അതുപോലെ തന്നെ ചെയ്യാന്നും പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ആൾഡോ ആയാലും ആ ഒരു ചെയറിൽ കയറും കെട്ടി അവൻ ആ ഒരു വശത്തേക്ക് പോയിരിക്കുന്നു. ക്രിസ്റ്റി ആണെങ്കിൽ നേരെ തിരിച്ചിറങ്ങി ആ ഒരു ഡോർ അടച്ചിട്ട് ഇപ്പൊ ഒന്നും അറിയാത്തതുപോലെ ഈ ഒരു റൂമിനകത്തേക്ക് കയറി വരാൻ പോവാണ്. അകത്തേക്ക് കയറി വന്നിട്ടാണ് ക്രിസ്റ്റി പറയുന്നത് ആകെ വൃത്തികേടായിട്ടുള്ള സ്ഥലമല്ലേ, എന്താ സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല എന്നെല്ലാം പറഞ്ഞു നിൽക്കുമ്പോ ക്രിസ്റ്റി ഇപ്പൊ ചോദിക്കും ആൾഡോ നീ ഇതെന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോ ആൾഡോ പറയും ഇല്ലില്ല കയറിന്റെ കയ്യിൽ തന്നെ ഉണ്ട്, ഞാൻ ഒരിക്കലും വലിച്ചില്ല എന്ന് പറയുന്നതും ആഹാ മറ്റൊരു മുറിയിൽ ഇപ്പോ വെള്ളം വീഴുന്ന ശബ്ദം. അതെന്താണെന്ന് അറിയാൻ വേണ്ടി രണ്ടുപേരും പതിയെ നടന്ന് അടുത്തൊരു ടോയ്ലറ്റ് ഉണ്ട്, അതിനകത്ത് നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. ആ ഒരു വശത്തേക്ക് ടോർച്ച് കൊണ്ട് പതിയെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ടോയ്ലറ്റിൽ ആരോ പോയതുപോലെ ഫ്ലഷ് ചെയ്ത് വെക്കുന്നു. ഇതെങ്ങനെയാണെന്ന് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല. ഇല്ലില്ല അത് ആ ഒരു വശത്തു നിന്നാണ് കേൾക്കുന്നത് എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും ആ ഒരു ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വലിയ ഫോട്ടോ ഉണ്ടല്ലോ അതിപ്പോ താഴെ വീണ് കിടക്കാണ്. ഇതിപ്പോ എന്താ എങ്ങനെ സംഭവിച്ചു, എന്റെ അമ്മോ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും മാറി ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്യാമറയുടെ അടുത്തേക്ക് മാറ്റി വെച്ച് ക്രിസ്റ്റി നേരെ ആൾഡോയുടെ അടുത്തേക്ക് നിന്നിട്ട് ആൾഡോ ഇനി എന്തായാലും നമ്മൾ ഇവിടെ നിൽക്കാൻ പോകുന്നില്ല, നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് പോയേ പറ്റൂ. അപ്പൊ ആൾഡോ പറയും അല്ല ഇത്രയും ചെയ്തിട്ട് നിനക്കെന്താ പേടിയാണോ, നമുക്കിത് വീണ്ടും തുടരാന്ന് പറയുമ്പോ ക്രിസ്റ്റി പറയും നിനക്കെന്താ ഭ്രാന്താണോ, നമ്മളിവിടെ ഒറ്റയ്ക്കല്ല, ഇവിടെ വേറെ ആരും ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആൾഡോ പറയും ആരെങ്കിലും ക്യാമറ മോഷ്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ പിടിക്കും, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ക്രിസ്റ്റി പറയും ഒരുപക്ഷെ വേറെ ആരെങ്കിലും അല്ലെങ്കിലോ, പിന്നെന്താ പ്രേതമാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്, അല്ല നിനക്ക് പ്രേതത്തിനെ പേടിയാണോ. അപ്പൊ അവിടെ അവർ കസാര തെറിച്ചു പോയത് നീ കയറ് വലിക്കാന്നല്ലേ പറഞ്ഞ്, അതെന്താണ് ഇനിയിപ്പോ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു വീട്ടിൽ എന്തോ വിചിത്രമായിട്ട് നടക്കുന്നുണ്ട്, അത് കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് നമ്മുടെ ക്രിസ്റ്റി പറയും. അപ്പൊ ആൾഡോ പറയും ഇനിയിപ്പോ പ്രേതം ആയിക്കോട്ടെ, അത് നമുക്ക് എന്തായാലും റെക്കോർഡ് ചെയ്യാം, 1 മില്യൺ ആളുകളാണ് നമ്മുടെ ഈ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, ഇനിയിപ്പോ അത് സത്യമാണെങ്കിലും നമുക്കത് ചെയ്യാം, പണമില്ലാതെ വെറുതെ ജീവിക്കാനായിട്ട് എന്നെ കൊണ്ട് ഒരിക്കലും കഴിയത്തില്ല, എനിക്ക് പണം വേണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോ വേറെ വഴിയില്ലാതെ നമ്മുടെ ക്രിസ്റ്റി ആണെങ്കിൽ അതിന് സമ്മതിച്ച് വീണ്ടും ഇവർ ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ആൾഡോ പറയും ഗൈസ് ഇപ്പോ 2ാമത്തെ തവണയാണ്. അപ്പൊ ക്രിസ്റ്റി പറയും 2 അല്ല 3,
ഓക്കെ, മൂന്നാമത്തെ തവണയാണ് ഈ ഒരു പാരാനോർമൽ ആക്ടിവിറ്റി നടക്കുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒട്ടും പേടിയില്ല. എന്നാൽ എന്റെ കൈ നോക്ക്. എന്നിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോവാണ്. ഇനി എന്തായാലും ഞങ്ങൾ നേരെ പ്രധാന ഹാളിലേക്കായിരിക്കും പോകുന്നത് എന്നും പറഞ്ഞിട്ട് ആ ഒരു മെയിൻ ഹോള് പിന്നെയും കാണിച്ച് അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും അവിടെയെല്ലാം നോക്കി. ഇപ്പൊ ആൾഡോ ആയാലും നേരെ ചെന്നിട്ട് പിയാനോ ഉണ്ടല്ലോ അതിങ്ങനെ വായിക്കാണ്. അങ്ങനെ അതിൽ കുറച്ച് എന്തെങ്കിലും ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ട് അത് കഴിഞ്ഞ് ഈ ഒരു വീട്ടിൽ താമസിച്ചിരുന്ന അയാളുടെ ഭാര്യയും കുട്ടിയും അവിടെ രണ്ടുപേരുടെ ഫോട്ടോ ഇങ്ങനെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവര് അടുത്തൊരു നിലയിലേക്ക് പോവാണ്. അങ്ങനെ അടുത്ത ഒരു നിലയിലേക്ക് ചെന്നിട്ട് അവിടെ വെള്ള നിറത്തിലുള്ള ഒരു ഡോർ ഉണ്ട്. അത് കാണുമ്പോഴത്തേക്ക് അത് തുറക്കാൻ ശ്രമിക്കുമ്പോൾ അത് തുറക്കാൻ കഴിയുന്നില്ല, ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, അവിടെ നിന്നും ഇവര് വീണ്ടും പതിയെ മുകളിലേക്ക് നടക്കും. അങ്ങനെ മുകളിലേക്ക് ചെന്നിട്ട് അടുത്തൊരു ഡോർ ഉണ്ട്. അത് തുറക്കാൻ ശ്രമിക്കുമ്പോൾ അതും തുറക്കാൻ പറ്റുന്നില്ല, അതും നല്ലതുപോലെ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോഴാണ് നമ്മുടെ ക്രിസ്റ്റി ആൾഡോയെ വിളിച്ചിട്ട് ഹേ ആൾഡോ ഇവിടേക്ക് വാന്നും പറഞ്ഞ് ഇപ്പൊ ഈ ഒരു മച്ചുണ്ടല്ലോ അതിന് മുകളിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും അത്രയും വലിയൊരു മച്ചാണത്. ഒരുപാട് സ്ഥലമുണ്ട്. അപ്പൊ തന്നെ ആൾഡോ പറയുന്നുണ്ട് എന്തോരം വലിയ മച്ചാണല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെയുള്ള കബോർഡെല്ലാം തുറന്നു നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് അങ്ങനെ ഒന്നും കാണുന്നില്ല. ആ ഒരു സമയം ഇവിടെ ചെറിയൊരു സൈക്കിൾ ഇരിപ്പുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫോട്ടോയിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, ആ ഒരു കുട്ടിയുടെ സൈക്കിളാണെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെയൊന്നും കിട്ടാത്തത് കൊണ്ട് ഇവര് രണ്ടുപേരും വീണ്ടും താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് ഇവര് മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഡോർ തുറക്കാൻ ശ്രമിച്ചപ്പോ അത് ലോക്ക് ആയിരുന്നല്ലോ. ആ ഒരു ഡോറ് ഇപ്പൊ തുറന്നു കിടക്കുന്നു. ഓക്കെ, എന്തായാലും ഇത് തുറന്നു അകത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പതിയെ അകത്തേക്ക് ചെല്ലുമ്പോൾ അത് മറ്റൊരു ഇടനാഴി പോലെ ഇങ്ങനെ പോയി. അത് മറ്റൊരു ഇടനാഴി പോലെയാണ് പോയിട്ടുള്ളത്. അങ്ങനെ അതുവഴി നടന്ന് കുറച്ച് മുന്നിലേക്ക് ചെന്നിട്ട് നമ്മുടെ ആൾഡോ അവിടെയുള്ള ആ ഒരു ഡോർ തുറക്കും. അത് തുറന്ന് ചെല്ലുമ്പോഴത്തേക്കും അടുത്തൊരു വലിയ മുറി. അപ്പോഴാണ് ആൾഡോ പറയുന്നത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം, ഇതെന്തായാലും മാസ്റ്റർ ബെഡ്റൂം ആവാനാണ് സാധ്യത എന്നും പറഞ്ഞിട്ട് ആ ഒരു മുറിയെല്ലാം ഇങ്ങനെ കാണിക്കും. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് താഴെ കറുത്ത നിറത്തിൽ എന്തോ കിടക്കുന്നു. അപ്പൊ നമ്മുടെ ക്രിസ്റ്റി പറയും ഇതെന്താ രക്തമായിരിക്കോ എന്ന് പറയുമ്പോഴത്തേക്കും ആൾഡോ പെട്ടെന്ന് ക്രിസ്ത്യനെ വിളിച്ചിട്ട് ക്രിസ്ത്യൻ ഇവിടേക്ക് വന്നേ എന്നും പറഞ്ഞ് ആ ഒരു ബെഡ്റൂമിന്റെ മറ്റൊരു വശത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ വലിയൊരു ബാത്റൂമാണത്. അതുപോലെ അതിനകത്താണെങ്കിൽ ഒരു ബാത്ത് ഡബ്ബും ഉണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ആൾഡോയ്ക്കാണെങ്കിൽ അത്രയും സന്തോഷം. അവൻ പറയുന്നുണ്ട് ഇതുപോലെ ഒന്നും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് അവൻ അതിനകത്തേക്ക് കയറിയിട്ട് ഇവർ ആ ഒരു റൂം മുഴുവനായിട്ട് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ബാത്റൂം തന്നെ നമ്മുടെ ക്രിസ്റ്റിയുടെ ആ ഒരു റൂം ഉണ്ടല്ലോ അതിലും വലുതാണ്. അതുപോലെ ഈ ഒരു ബാത്റൂമിനകത്ത് മറ്റൊരു ടോയ്ലറ്റ്. അപ്പൊ തന്നെ ചിന്തിക്കണം ഈ ഒരു വീട്ടുകാർ എത്രയും വലിയ പണക്കാരാണെന്ന്. അങ്ങനെ അതെല്ലാം കാണിച്ച് ക്രിസ്റ്റി തിരിച്ചു വരുമ്പോഴത്തേക്കാണ് ആൾഡോ ആ ഒരു ബാത്ത് ടബിൽ ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ ക്രിസ്റ്റി പറയും ആൾഡോ നിനക്കെന്താ പറ്റിയേ, വെളിയിലേക്ക് വരാൻ പറയുമ്പോ ഇല്ല ക്രിസ്റ്റി നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതുപോലെ ഒന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ദേ ഇവിടെ ആയിട്ട് എന്റെ ബെഡ്, ഈ ഒരു ഭാഗത്ത് TV, എന്ത് രസമായിരിക്കും അല്ലേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആൾഡോ പെട്ടെന്ന് ക്യാമറയിലേക്ക് നോക്കിയിട്ടാണ് പറയുന്നത് ഓക്കെ എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആത്മാക്കൾക്ക് എന്തായാലും എന്നെ ഇഷ്ടപ്പെടും, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും ഇവിടേക്ക് വരും, അത് നിന്നോട് സത്യം ചെയ്യാണ് എന്നവനിങ്ങനെ പറയാണ്. അപ്പൊ ഈ ഒരു ഡോർ ഒരുപാട് നേരമായിട്ട് ആളില്ലാതെ അടയ്ക്കുന്നു തുറക്കുന്നു ഈ ഒരു രീതിയിൽ ഇവര് രണ്ടുപേരും ടോർച്ച് അതിലേക്ക് അടിക്കുമ്പോൾ അതിനിപ്പോ അനക്കമൊന്നുമില്ല. അങ്ങനെ രണ്ടുപേരും അടുത്തേക്ക് ചെന്നിട്ട് ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടാവും, അവരായിരിക്കും ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ആൾഡോ ഇപ്പോ ക്രിസ്റ്റിയോട് പറയും ഓക്കെ ഞാൻ തുറക്കാൻ പോകണം, അകത്തേക്ക് തന്നെ ക്യാമറ വെച്ചോ, 1 2 3 എന്നും പറഞ്ഞ് പെട്ടെന്ന് തുറന്നു നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ആരെയും കാണുന്നില്ല. അപ്പോഴേക്കും ആൾഡോ പറയും അല്ല ഇതെന്താ ഇവിടെ എന്താ ഈ സംഭവിക്കുന്നേ എന്നും പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന് ഇപ്പൊ ക്രിസ്റ്റിയോട് പറയും ക്രിസ്റ്റി നിനക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ, ഇവിടെ ഇപ്പോ നല്ല രീതിയിൽ തണുക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും മുന്നിലേക്ക് വരുമ്പോ ആൾഡോ ഇപ്പൊ നല്ലതുപോലെ പേടിച്ചെന്ന് തോന്നുന്നു. അവനായെങ്കിലും പെട്ടെന്ന് വിളിച്ചിങ്ങനെ ചോദിക്കും ഹേയ് ഇവിടെ ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ. അപ്പൊ ക്രിസ്റ്റി ആൾഡോ നിർത്ത്, ബഹളം വെക്കാതെ, ഇവിടെ ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് വെളിയിലേക്ക് വാ. ആൾഡോ ബഹളം വെക്കാതെ പതിയെ പറയും. രണ്ടുപേരും പേടിച്ച് പെട്ടെന്ന് തന്നെ താഴേക്ക് വരികയാണ്. അങ്ങനെ ഓടി നമ്മുടെ ക്രിസ്റ്റി നേരെ താഴേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ആൾഡോ ഇതുവരെയും വന്നിട്ടില്ല. ആൾഡോ നീ എവിടെയാന്ന് ചോദിക്കുമ്പോൾ അവന്റെ ഒരു അനക്കമില്ല. അങ്ങനെ ക്യാമറ അവിടെ വെച്ച് അവനെ വിളിക്കാണ്ട് ചെല്ലുമ്പോഴത്തേക്കും ആൾഡോ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ക്രിസ്റ്റിയോട് ചോദിക്കും അല്ല നീ എന്തിനാ ഓടിയത്, പിന്നെ ഞാൻ അവിടെ നിൽക്കണമെന്നോ, എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല, നമുക്ക് എന്തായാലും തിരികെ പോവാം, ഇത് ഇത്തിരി വഷളായിട്ട് വരികയാണ് എന്നെല്ലാം പറയുമ്പോൾ വെളിയിൽ നല്ല ഇതിൽ മഴ പെയ്യാൻ പോകുന്നുണ്ട്, കാരണം ഇടിയും മിന്നലൊക്കെ ഉണ്ട്. എന്നിട്ടാണ് ഇപ്പോൾ നമ്മുടെ ആൾഡോ പറയുന്നത് ക്രിസ്ത്യൻ നീ എന്തിനാ വെറുതെ ഇങ്ങനെ പേടിക്കുന്നേ, നമ്മൾ ഇതിനെപ്പറ്റി നേരത്തെ തന്നെ സംസാരിച്ചതാണ്, എന്ത് തന്നെ ആയാലും നമ്മൾ അതെല്ലാം ക്യാമറയിൽ റെക്കോർഡ് ചെയ്യും. ഓക്കെ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ആവശ്യമാണ്, അത്രയും പേര് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നിനക്കതറിയാലോ, ബാ നമുക്ക് എന്തായാലും ചെയ്യാം, നമ്മൾ രണ്ടുപേരില്ലേ പേടിക്കണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ക്രിസ്ത്യനെ വിളിച്ച് മുകളിലേക്ക് തന്നെ പോവും. മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ആ ഒരു റൂം അടഞ്ഞു കിടക്കുന്നു. അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഉള്ളിൽ ആരോ സംസാരിക്കുന്നത് പോലെ. ആൾഡോ ആയാലും ഹേയ് മിണ്ടാതിരിക്കെന്നും പറഞ്ഞിട്ട് അവിടെ ചെവി വെച്ചിങ്ങനെ കേൾക്കുമ്പോൾ അകത്ത് ഒരു അമ്മയും മകനും സംസാരിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പോൾ ആൾഡോ പറയും ക്രിസ്റ്റി ആ ലൈറ്റ് അങ്ങ് ഓഫാക്ക്, എന്നിട്ട് ക്യാമറ ഇങ്ങ് തരാൻ പറഞ്ഞ് ആ ഒരു ക്യാമറ വാങ്ങി
ആ ഒരു കീ ഹോൾ ഉണ്ടല്ലോ അതിനുള്ളിലൂടെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെയാണ് മറ്റൊരു കാര്യം. താഴെ ഈ വീട്ടിൽ താമസിക്കുന്ന ഒരു അമ്മയും മകന്റെ ഫോട്ടോ കണ്ടിരുന്നല്ലോ. അവര് രണ്ടുപേരും ഉള്ളിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ കുറെ നേരം രണ്ടുപേരും പരസ്പരം സംസാരിച്ച് ആ ഒരു അമ്മയ്ക്കായാലും എന്തോ ഒരു സംശയം തോന്നി. അവര് പെട്ടെന്ന് തിരിയുന്നതും ഇത് കണ്ട് നമ്മുടെ ആൾഡോ പെട്ടെന്ന് പേടിച്ചിട്ട് പുറകിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ ക്രിസ്റ്റി ഇത് കണ്ടില്ലല്ലോ. ക്രിസ്റ്റി ചോദിക്കും, അല്ല ഇതെന്താന്ന് ചോദിക്കുമ്പോ പുറകിലൊരു ബോൾ വീഴുന്ന ശബ്ദം. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് ഓഹോ, ഇതിനു മുന്നേ ഇവർ അതിനകത്തേക്ക് അടിച്ചിട്ട ആ ഒരു ബോൾ ഉണ്ടല്ലോ അതാണ് ഉരുണ്ട അടുത്തേക്ക് വരുന്നത്. സത്യം പറയാലോ ഈ ഒരു ഒറ്റ സീനിലാണ് എന്റെ കിളി പോയത്. അപ്പൊ ഇത് കണ്ട് നമ്മുടെ ആൾഡോ ആണെങ്കിൽ പെട്ടെന്ന് പേടിച്ചിട്ട് താഴേക്കോടി വരുമ്പോഴത്തേക്കും ക്രിസ്റ്റി പുറകെ വന്നിട്ട് എന്തു പറ്റി ആൾഡോ, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ ആൾഡോ പറയും, ഇല്ല മോനെ, എന്തായാലും നമുക്ക് ഇവിടെ നിന്നാ ശരിയാവത്തില്ല, ഇപ്പൊ തന്നെ പോയേ പറ്റൂ എന്ന് പറയുന്നതും ഇവരാണെങ്കിലും പെട്ടെന്ന് തിരിഞ്ഞ് അവിടെയുള്ള ആ ഒരു വലിയ ഗ്ലാസ് ഉണ്ട് അതിലേക്ക് നോക്കുമ്പോ ഈ ഒരു വീട്ടിൽ മരിച്ച അയാളുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ടല്ലോ. അയാൾ ഇവിടെ ഇരുന്ന് പിയാനോ വായിക്കുന്നു. ഇത് കണ്ടിട്ട് രണ്ടുപേരും പേടിച്ചിങ്ങനെ നിൽക്കുന്നതും കുറെ നേരം അയാൾ വായിച്ച് അത് നിർത്തിയിട്ട് പാതിയെ ഇവരുടെ അടുത്തേക്ക് നടന്നിങ്ങനെ വരികയാണ്. പെട്ടെന്ന് തിരിയുമ്പോഴത്തേക്കും അവിടെ ആരെയും കാണുന്നില്ല. പെട്ടെന്ന് അടുത്തുള്ളൊരു മുറി തുറന്ന് ആര് വരുന്നത് പോലെ രണ്ടുപേരും ഓടി ആ ഒരു സ്റ്റെയർകേഴ്സ് ഉണ്ടല്ലോ അതിനടിയിലേക്ക് കയറി ഇങ്ങനെ ഒളിച്ചിരിക്കുമ്പോഴത്തേക്കും നല്ല ഉയരമുള്ള ഒരു മനുഷ്യൻ ആരെ ഒരാളെ കൊന്ന് വലിച്ചെടുത്തോണ്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ വലിച്ച് അടുത്തൊരു മുറിയുണ്ട് അത് തുറന്ന് അതിനകത്തേക്ക് കൊണ്ടുപോകുന്നതും ഇതാരാ, കണ്ടിട്ട് പ്രേതമാണെന്ന് തോന്നുന്നില്ല, നിനക്ക് അങ്ങനെ തോന്നുന്നു? എനിക്കറിയാൻ കഴിയുന്നില്ല. അപ്പൊ യഥാർത്ഥ ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ടോ? എനിക്കറിയത്തില്ല. പെട്ടെന്ന് നീ ആരാണ് എന്ന് ചോദിക്കുന്നതും ഇവര് തിരിയുമ്പോ അടുത്തൊരു സ്ത്രീ ഇങ്ങനെ നിൽക്കുന്നു. അവരാണെങ്കിലും ചോദിക്കും, നിങ്ങൾ ആരാ, ഇവിടെ എന്താ ചെയ്യുന്നേ? ഇല്ല, ഞങ്ങൾ ഈ ഒരു വീടും പരിസരം കാണാനായിട്ട് ആഗ്രഹിച്ചു, അതുകൊണ്ടാണ് ഇതിനകത്തേക്ക് വന്നത്. ഇനി എന്തായാലും ഇവിടെ നിൽക്കത്തില്ല, ഞങ്ങൾ എന്തായാലും പുറത്തു പോകാൻ പോവാണ്. ഇവിടെ ആരും താമസിക്കുന്നില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഒരു കുഴപ്പമുണ്ടാക്കത്തില്ല, ഞങ്ങൾ ഇപ്പൊ പോവും. അപ്പൊ അവർ പറയും, പക്ഷെ ഇപ്പോ ഇവിടെ ആളുണ്ട്. ഇല്ലില്ല, നിങ്ങളെ ഒരിക്കലും ഞങ്ങൾ ശല്യപ്പെടുത്തത്തില്ല, ഞങ്ങൾ ഇവിടെ നിന്ന് പോവാൻ പോവാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നേ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിയുന്നതും ഇത്രയും നേരം അവിടെ കണ്ട ആ ഒരു സ്ത്രീയെ ഇപ്പൊ അവിടെ കാണാനില്ല. നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ക്രിസ്റ്റി പറയും, എനിക്കറിയത്തില്ല എന്നും പറഞ്ഞിട്ട് ഇനി എന്തായാലും ഇവിടെ നിന്ന് പോയേ പറ്റൂ എന്നും പറഞ്ഞ് രണ്ടുപേരും ഈ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ആ ഒരു ഡോർ അന്വേഷിച്ചിങ്ങനെ പോവാണ്. അപ്പൊ ഓരോ ഡോറിനടുത്ത് ചെന്ന് തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും തുറക്കാനായിട്ട് കഴിയുന്നില്ല. അത് കഴിഞ്ഞ് ഇവര് വന്ന ആ ഒരു വഴിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോ അവിടെ അങ്ങനെ ഒരു ജനാലയെ കാണുന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല. അപ്പൊ ക്രിസ്ത്യാനും പറയുന്നുണ്ട്, ഞാൻ ഒരു കാരണവശാലും ഇത് കേൾക്കരുതായിരുന്നു, ഇവിടേക്ക് വരരുതായിരുന്നു എല്ലാം പറയുമ്പോഴത്തേക്കും ആൾഡോ പറയും, അല്ല നീ എന്താ പറയുന്നേ? അപ്പൊ ക്രിസ്റ്റി വിട്ടുന്ന് വേണ്ടേ മിണ്ടി പോയത്, മിണ്ടി കഴിയാതെ നീ ഞാൻ അപ്പോ അടിക്കും. ഓക്കെ, ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കട്ടെ എന്നും പറഞ്ഞ് ക്രിസ്റ്റി ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ക്രിസ്റ്റി പറയുന്നത്, ആൾഡോ നിന്റെ ഫോൺ എടുക്കെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവനാണെങ്കിലും ഫോൺ എടുത്ത് ഇപ്പൊ പോലീസിനെ വിളിച്ച് ഇതുപോലെ ഇവർ ഈ ഒരു വീടിനകത്ത് പെട്ടിരിക്കുകയാണ് എന്നും പറഞ്ഞ ആ ഒരു സ്ഥലം എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഇതിനകത്ത് ഞങ്ങളൊരു കൊലപാതകം നേരിട്ട് കണ്ടു, പ്ലീസ് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ഫോൺ അങ്ങ് കട്ടാവുന്നു. ഇപ്പൊ അവർ പറയുന്നതൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ക്രിസ്റ്റി പറയും, ഓക്കെ വാ മുകളിലേക്ക് വാന്ന് പറഞ്ഞിട്ട് ഒരു വഴി കണ്ടുപിടിക്കാന്നും പറഞ്ഞ് രണ്ടുപേരും ഇപ്പൊ മുകളിലേക്ക് കയറി പോയിട്ട് അവിടെയുള്ള ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും വീണ്ടും ആരും അകത്തേക്ക് വരുന്നത് പോലെ രണ്ടുപേരും ഒരിടത്തേക്ക് വന്ന് ഒളിച്ചിരിക്കുമ്പോ നേരത്തെ ഒരാളെ കൊന്നിട്ട് വലിച്ചെടുത്തോണ്ട് പോയല്ലോ ആ ഒരാളിപ്പോ തിരിച്ചിങ്ങനെ വരികയാണ്. എന്നിട്ട് അവിടെ നിന്ന് നടന്ന് അടുത്തൊരു മുറിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെയുള്ള ഡോർ തുറന്ന് അയാൾ അകത്തേക്ക് പോകുന്നു. പക്ഷെ കീ വെളിയിലാണ് വെച്ചേക്കുന്നത്. ഈ ഒരു കാര്യം നമ്മുടെ ആൾഡോ കണ്ടിട്ട് അയാൾ കീ വെളി വെച്ചു. അതെടുത്തിട്ട് നമുക്ക് ഇവിടുത്തെ ഡോർ തുറന്ന് പോവാന്ന് പറഞ്ഞ് രണ്ടുപേരും ഓടി ആ ഒരു കീ എടുക്കാനായിട്ട് അവിടേക്ക് ചെല്ലും. അപ്പൊ നമ്മുടെ ആൾഡോയാണ് ആ ഒരു ഡോറിനടുത്തേക്ക് ചെന്ന് കീ ഇങ്ങനെ വലിച്ചു ഊരുന്നത്. പക്ഷെ അവരെ കൊണ്ട് കഴിയുന്നില്ല. അതേ സമയം താഴെ നിന്നും അയാൾ മുകളിലേക്ക് നടന്നു വരുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നു. അങ്ങനെ വീണ്ടും രണ്ടുപേരും പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടി ഒരിടത്തേക്ക് വന്നിങ്ങനെ ഒളിച്ചിരിക്കും. അപ്പോഴേക്കാണ് താഴേക്ക് പോയ അയാൾ ഇപ്പോ ഡോറും തുറന്ന് വെളിയിലേക്ക് ഒരു തോക്കും കൊണ്ടിങ്ങനെ വരുന്നു. അത് കഴിഞ്ഞ് നടന്ന് ആ ഒരു ഹാളിലേക്ക് വന്നിരുന്നിട്ട് അവിടെയുള്ള ആ ഒരു ചിമ്മിനിയിൽ തീയെല്ലാം കൂട്ടിയിട്ട് അയാൾ ആ ഒരു ചെയറിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇയാള് പോവാതെ എന്തായാലും ഇവർക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ഇവര് രണ്ടുപേരും തീരുമാനിക്കും, ശരി എന്തായാലും മുകളിലേക്ക് പോവാം, കാരണം ആ ഒരു ചിമ്മിനി ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്ക് പോവാന്നും പറഞ്ഞിട്ട് രണ്ടുപേരും ഇപ്പോൾ ഓടി നേരെ മുകളിലേക്ക് വരാണ്. എന്നിട്ട് അവിടെ വന്നിട്ടാണ് ആൾഡോ ഉണ്ടല്ലോ അവനിപ്പോ ഒരു വലിയ കല്ലെടുത്ത് അവിടെ ഒരു ഗ്ലാസ് ഉണ്ട് അത് എറിഞ്ഞു പൊട്ടിച്ചിട്ട് അതുവഴി പുറത്തേക്ക് കിടക്കാന്നുള്ള രീതിയിൽ ആ ഒരു ഗ്ലാസ് അങ്ങനെ എറിഞ്ഞു പൊട്ടിക്കുന്നതും പെട്ടെന്ന് മുകളിലേക്ക് അയാൾ കയറി വരുന്നു ഈ ഒരു ശബ്ദം കേട്ടിട്ട്. അപ്പൊ ഇവർ രണ്ടുപേരും അവിടെയുള്ള ചെറിയൊരു ഭാഗത്തേക്ക് കയറി ഒളിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ആ ഒരാളായാലും മുകളിലേക്ക് കയറി വന്നിട്ട് അയാളുടെ കയ്യിലാണെങ്കിൽ തോക്കുണ്ട്. അവിടെയെല്ലാം നല്ലതുപോലെ നോക്കി എല്ലാ വശവും ഇങ്ങനെ പരിശോധിക്കും. പക്ഷെ ഇവരെ കാണാൻ കഴിയുന്നില്ല. ആ ഒരു സമയത്ത് പെട്ടെന്ന് ഇവരടുത്ത് എന്തോ ഒരു കാര്യത്തിൽ ചവിട്ടിയിട്ട് ചെറിയൊരു ശബ്ദം കേൾക്കുന്നതും അയാൾക്ക് എങ്ങനെയോ മനസ്സിലായി അയാളിപ്പോ ആ ഒരു തോക്കും കൊണ്ട് ഇവരുടെ മുന്നിലേക്ക് വരികയാണ്. രണ്ടുപേരെ ഷൂട്ട് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നേരത്തെ ഇവരൊരു സ്ത്രീയെ കണ്ടിരുന്നല്ലോ, അവരിപ്പോ ഇയാളുടെ അടുത്തേക്ക് വന്നിട്ടാണ് ഇയാളെ വിളിക്കുന്നത്. അപ്പൊ അയാള് അവരെ നോക്കിയിട്ട് റെമോണ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ അവര് വന്നിട്ട് ഇവനോട് ചോദിക്കും,
നീ എന്തിനാ എന്റെ സഹോദരനെ കൊന്നേ? അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, അവനൊന്നും ചെയ്യാതെയാണ് നീ അവനെ കൊന്നതെന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്ന ആ ഒരുത്തൻ പറയും, ഇല്ല റമോണ, എനിക്കതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം ജനറല് പറയുന്ന ഉത്തരവുകൾ അത് ചെയ്യുക, അതാണ് എന്റെ ജോലി. മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു സ്ത്രീ പറയും, നീ ചെയ്ത തെറ്റുകളെല്ലാം ഒരു ദിവസം നിനക്ക് തിരിച്ചു കിട്ടും, അന്ന് നീ അനുഭവിക്കുമെന്നെല്ലാം പറയുമ്പോൾ ഇവൻ ആ ഒരു സ്ത്രീയുടെ കഴുത്തിലേക്ക് പിടിച്ചിട്ട്, വേണ്ടി വന്നാൽ ഞാൻ നിന്നെയും കൊല്ലും, അതുകൊണ്ട് ഇവിടെ നടക്കുന്നതൊന്നും പുറത്ത് പറയരുതെന്നും പറഞ്ഞ് അവരെടുത്തൊരു ഒറ്റയേറ്. അപ്പൊ അവരായാലും ഇവരുടെ മുന്നിലേക്കാണ് വന്ന് വീഴുന്നത്. ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു സ്ത്രീയും ഇവരെ പെട്ടെന്ന് കാണുന്നു. ഇനി കണ്ടുപോലെയെന്ന് അറിയത്തില്ല. കുറെ നേരം അവരങ്ങനെ കിടന്നിട്ട് പെട്ടെന്നൊരു കത്തി എടുത്തു വന്ന് ആ തടിമാടനായിട്ടുള്ള അയാളുണ്ടല്ലോ, അയാളുടെ മുതുകിലേക്ക് കൊത്തി ആ ഒരു സ്ത്രീ അവനെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് ആ ഒരു സ്ത്രീ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ഇവിടെ എന്താണ് ഈ നടക്കുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ വെളിയിലേക്ക് ഇറങ്ങി വന്ന് ആൾഡോ ആണെങ്കിലും അവന്റെ ബാഗ് ഇങ്ങനെ തുറക്കുന്നു. അപ്പൊ ക്രിസ്റ്റി ചോദിക്കുന്നുണ്ട്, നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ആ മരിച്ചിടക്കുന്നല്ലോ അയാളുടെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അയാൾക്ക് അനക്കമൊന്നുമില്ല. അപ്പോഴേക്കും ആൾഡോ ആ ഒരു ബാഗിൽ നിന്ന് ഒരു കയറ് വെളിയിലേക്ക് എടുത്ത് അതിവിടെ കെട്ടിയിട്ട് ഇപ്പൊ ഈ ഒരു മേൽക്കൂര ഉണ്ടല്ലോ അതുവഴി രണ്ടുപേരും താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ ആദ്യം നമ്മുടെ ആൾഡോ ആണ് വെളിയിലേക്ക് ഇറങ്ങുന്നത്. വെളിയിലാണെങ്കിലും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു ടോപ്പിൽ നിൽക്കുന്നത് കൊണ്ട് ആദ്യത്തെ ആ ഒരു മേൽക്കൂര കഴിഞ്ഞ് അടുത്തൊരു ഭാഗത്തേക്ക് എത്തണം. അങ്ങനെ ആൾഡോ ഒരു വിധത്തിൽ താഴേക്ക് വന്നിട്ട് ക്രിസ്റ്റിയുടെ കയ്യിൽ നിന്ന് ആ ഒരു ക്യാമറ വാങ്ങി ക്രിസ്റ്റിയോടും താഴേക്ക് ഇറങ്ങാൻ പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു വിധത്തിൽ നേരെ താഴേക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് വീണ്ടും താഴേക്ക് പോകണമല്ലോ, അതുകൊണ്ട് തന്നെ ആൾഡോ വീണ്ടും കയറിങ്ങനെ കെട്ടുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ക്രിസ്റ്റി നോക്കുന്നതും ഓഹോ, ഇവരുടെ പുറകെ തന്നെ ആരോ വന്ന് നിൽക്കുന്നു. പെട്ടെന്ന് ആ ഒരു രൂപം ഇവരുടെ അടുത്തേക്ക് വരുന്നതും നമ്മുടെ ക്രിസ്റ്റീനെ വലിച്ചെടുത്തോണ്ടങ്ങ് പോവാണ്. ആൾഡോ പുറകെ വരുന്നുണ്ട്, പക്ഷെ ക്രിസ്റ്റീനെ കിട്ടുന്നില്ല. ആ ഒരു ക്യാമറ മാത്രം അടുത്തുള്ള ആ ഒരു മുറിയിൽ കിടക്കും. അപ്പൊ ആൾഡോ ആണെങ്കിലും പെട്ടെന്ന് അവിടെയുള്ള ആ ഒരു ഗ്ലാസ് എല്ലാം അടിച്ചു പൊട്ടിച്ച് അകത്തേക്ക് വന്ന് ക്യാമറ എടുത്തിട്ട് ഇപ്പൊ ക്രിസ്റ്റീനെ അന്വേഷിക്കുകയാണ്. എന്നിട്ട് ആ ഒരു വീടിന്റെ പല ഭാഗങ്ങളിലും ഓടി നടന്ന് നമ്മുടെ ക്രിസ്റ്റീനെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെയും അവന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. അപ്പൊ ആളുടെ പറയും, ക്രിസ്റ്റി ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് ഓടി ഒരു മുറിക്കകത്തേ ചെല്ലുമ്പോൾ നേരത്തെ കണ്ട ആ ഒരു സ്ത്രീ അവിടെ തൂങ്ങി നിൽക്കുന്നു. അത് കഴിഞ്ഞ് മറ്റൊരു മുറിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴത്തേക്കും കൊമ്പെല്ലാം വെച്ചിട്ട് ഒരു 3 രൂപം അവന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതും അത് കഴിഞ്ഞിട്ട് ഓടി മറ്റൊരു മുറിയിലേക്ക് ചെല്ലുന്നതും ഇതും കണ്ട അവൻ അടുത്തടുത്തേക്ക് ഇങ്ങനെ ഓടാണ്. അങ്ങനെ ഒരു മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ ആ ഒരു വീട്ടിലെ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരിപ്പോ ഇരുന്ന് എന്തോ ഒരു ഇൻസ്ട്രുമെന്റ് ഇങ്ങനെ വായിക്കുന്നു. അവനായാലും പേടിച്ചിട്ട് ഓരോ മുറി തുറക്കാൻ പറഞ്ഞ് അലറി ഇങ്ങനെ വിളിക്കാണ്. പക്ഷെ ഒരു ഡോർ പോലും തുറക്കുന്നില്ല. അപ്പോഴേക്കും പെട്ടെന്ന് അടുത്തുള്ള ആ ഒരു കണ്ണാടി ഇങ്ങ് പൊട്ടുന്നതും ഇവൻ പേടിച്ച് ഒരിടത്തേക്ക് മാറി നിൽക്കും. അപ്പോഴേക്കാണ് ആ ഒരു സ്ത്രീ അതാരാന്ന് ചോദിക്കുമ്പോൾ ആൾഡോ ആണെങ്കിലും പേടിച്ച് അവരുടെ മുന്നിലേക്ക് വന്ന് നിൽക്കും. അപ്പൊ അവരുടെ കയ്യിലാണെങ്കിൽ തോക്കിരിപ്പുണ്ട്. അപ്പൊ ആ ഒരു ലേഡി ചോദിക്കും, എന്റെ വീട്ടിൽ നീ എന്താ ചെയ്യുന്നേ? ഇല്ല മേഡം, ഞങ്ങളെ ഇവിടെ നിന്ന് വിട്ടേക്ക് പ്ലീസ്, ഞങ്ങൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ മോശപ്പെട്ട ആളുകളല്ല, ഞങ്ങൾ ഒരിക്കലും ഇനി ഇവിടേക്ക് തിരിച്ചു വരത്തില്ല, ഞങ്ങൾ വെറുതെ വിടണമെന്ന് പറയുമ്പോൾ അവര് ചോദിക്കും, നിന്റെ പേരെന്താണ്? എന്റെ പേര് ആൾഡോ. നല്ല പേര്. അല്ല ആൾഡോ, ക്യാമറ എന്തിനാ കൊണ്ടുവന്നത്? ഇല്ല മേഡം, ഇത് വെറുതെ ഞാൻ ഓണാക്കി വെച്ചിട്ടേ ഉള്ളൂ, ഇത് റെക്കോർഡ് ചെയ്യുന്നില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ആ ഒരു ലേഡി ആണെങ്കിലും ആ ഒരു തൊപ്പി അങ്ങനെ ഊരിയിട്ട് ഇപ്പോൾ ആൾഡോയോട് പറയും, ആൾഡോ ഞങ്ങൾക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, പ്രേതങ്ങളുമായിട്ട് കളിക്കാനത് നിനക്ക് ഇഷ്ടമാണോ ആൾഡോ എന്നും പറഞ്ഞ് പെട്ടെന്ന് ആ ഒരു തോക്കെടുത്ത് അവിടെ തലയിലേക്ക് അങ്ങ് ഷൂട്ട് ചെയ്യും. ആൾഡോ പേടിച്ച് ഇങ്ങനെ നിൽക്കുന്നതും അടുത്തു നിന്നും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അവിടെ ആ ഒരു സ്ത്രീയെ കാണുന്നില്ല, ആ ഒരു പയ്യനെ അവിടെ കാണുന്നില്ല. അങ്ങനെ അവൻ ഓടി വന്നിട്ട് ഒരിടത്തേക്ക് ഒളിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ നേരത്തെ മരിച്ച ആളുണ്ടല്ലോ, അയാൾ ഇപ്പോൾ ഒരു കോടാലിയായിട്ട് ഇതിലേ നടന്നു പോകുന്നു. അങ്ങനെ അയാൾ പോയതിനു ശേഷം അയാൾ നേരത്തെ കയറിയ ആ ഒരു മുറിയാണല്ലോ, അതിനകത്തേക്ക് പോകാനായിട്ട് നമ്മുടെ ആൾഡോ തീരുമാനിച്ച് ആ ഒരു ഡോറും തുറന്ന് അവൻ അതിനകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും അതൊരു ബേസ്മെന്റിലേക്കുള്ള വഴിയാണ്. അങ്ങനെ ഒരുപാട് ചെല്ലുമ്പോൾ ഗേറ്റ് എല്ലാം ഉണ്ട്, അതും തുറന്ന് അതിനകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും വെള്ളമെല്ലാം ഉള്ള ഒരു ചെറിയ തുരങ്കം പോലെ എന്തോ ഒരു ഭാഗം. അവിടെ ചെന്നിട്ട് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് പേരെ കൊല്ലുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. കാണിക്കുമ്പോൾ നമ്മുടെ ക്രിസ്റ്റീനെ അവിടെ കെട്ടിയിട്ടേക്കുന്നു. ഓടി അടുത്തേക്ക് ചെന്നിട്ട് ക്രിസ്റ്റി വാ നമുക്ക് പോവാന്ന് പറയുമ്പോൾ ക്രിസ്റ്റി പറയും, ഇല്ല ആൾഡോ നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോ, അവർ നിന്നെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഇവിടെ നിന്ന് ഓടിപ്പോകാനായിട്ട് പറയുമ്പോഴത്തേക്കും ഇല്ല ക്രിസ്റ്റി ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോകത്തില്ല എന്ന് പറയുന്ന സമയത്താണ് മുകളിൽ നിന്ന് ആരോ താഴേക്ക് ഇറങ്ങി വരാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ട ആൾഡോ പെട്ടെന്ന് ആ ഒരു വശത്തേക്ക് നോക്കിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോ ക്രിസ്റ്റിയെ കാണാനില്ല. കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ചുമരില് അവന്റെ ശരീരം ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് ക്രിസ്റ്റി മരിച്ച് ഒരു ഗോസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. എന്നിട്ട് ആൾഡോ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്ന് ഇവിടെ നിന്ന് പോകാനായിട്ട് ഇങ്ങനെ പറയുന്നതും ആൾഡോ പേടിച്ച് തിരിച്ചോടുകയാണ്. അങ്ങനെ ഓടി ഓടി നേരെ മുകളിലേക്ക് വന്നിട്ട് ആ ഒരു ഗേറ്റ് പിടിച്ച് അടയ്ക്കുമ്പോഴത്തേക്കും ഇപ്പൊ ക്രിസ്റ്റി പുറകെ വന്ന് ആ ഒരു ഗേറ്റിൽ തല കൊണ്ടല്ലെങ്കിൽ ഇടിക്കും. അപ്പൊ ആൾഡോ ചോദിക്കുന്നുണ്ട്, അവര് നിന്നെ എന്താ ചെയ്തെന്നെല്ലാം ചോദിക്കുമ്പോൾ പെട്ടെന്ന് മുകളിൽ നിന്നും അങ്ങനെ ആ ഒരു ശബ്ദം കേൾക്കുന്നിടത്തേക്ക് തിരിഞ്ഞു നോക്കുന്നതും അവിടെ ആരുമില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ ക്രിസ്റ്റീനെയും അവിടെ കാണാനില്ല. അങ്ങനെ ആൾഡോ എന്താ ചെയ്യുന്ന വെച്ചാൽ അവിടെ ഒരു കോടാലിയുണ്ട്, ആ ഒരു കോടാലി എടുത്ത് ഈ ഒരു റൂമിൽ നിന്നും മുകളിലേക്ക് വരികയാണ്. അങ്ങനെ തുറന്നു നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ അടുത്ത ദിവസമായി, അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചമുണ്ട്.
അങ്ങനെ ആൾഡോ ആയാലും പതിയെ ഒരു വിധത്തിൽ പേടിച്ച് പേടിച്ച് വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും ആ ഒരു മരിച്ചാളുണ്ടല്ലോ അയാൾ ഇപ്പോഴും അവിടെ നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കണ്ട എല്ലാം ഗോസ്റ്റ് ആണ്. എന്നിട്ട് ആ ഒരു കോടാലിയും കൊണ്ട് ആൾഡോയെ കൊല്ലാനായിട്ട് വരുന്നതും ആൾഡോ വേണ്ട വേണ്ട ഇല്ലാന്നെല്ലാം പറഞ്ഞിട്ട് പേടിച്ചിനെ ഓടുന്ന വഴിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ അപ്പോഴും പുറകെ തന്നെയുണ്ട്. അങ്ങനെ ഓടി ഓടി അവസാനം ആ ഒരു കിണറുള്ള ഭാഗമുണ്ടല്ലോ അവിടേക്ക് വന്നിട്ട് പുറകിലേക്ക് നോക്കുമ്പോൾ കാണുന്നില്ല. ഇപ്പോൾ മറ്റൊരു വശത്തേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ നിന്നും അയാൾ വന്നിട്ട് നമ്മുടെ ആൾഡോയെ അങ്ങനെ പിടിക്കുകയാണ്. അങ്ങനെ അവനെ പിടിച്ച് വലിച്ചിഴച്ചി അവന്റെ കഴുത്ത് ഞെരിച്ചിങ്ങനെ കൊല്ലാൻ ശ്രമിക്കും. കുറെ നേരം കഴിയുമ്പോഴത്തേക്കും അയാൾ അവന്റെ മുകളിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്ത് സംഭവിച്ചെന്നറിയത്തില്ല. കുറെ കഴിയുമ്പോൾ ആൾഡോ ഇപ്പോ പുറത്തേക്ക് ഓടുന്നു. അതൊരു വലിയ വസ്തുവാണ് അതിനകത്താണുള്ളത്. അങ്ങനെ അതിലെ കൂടെ ഈ ഒരു പോച്ചയും കാടും ഇല്ലാണ്ട് അതിനെ കൂടെ എല്ലാം ഓടി ഓടി അവസാനം ആ ഒരു മതിലിനടുത്തേക്ക് വന്ന് മതിലും ചാടി നേരെ താഴേക്ക് വീഴും. അങ്ങനെ താഴേക്ക് വീണിട്ട് ആ റോഡിൽ കിടക്കുമ്പോഴത്തേക്കും 1-2 വണ്ടികൾ പോകുന്നുണ്ട്. പക്ഷെ അവനെ ആരെയും കാണുന്നില്ല. അങ്ങനെ താഴെ വീണ് ആശ്വസിച്ച് കുറച്ചു കഴിഞ്ഞ് അവൻ കണ്ണ് അടച്ചിട്ട് കുറെ നേരം കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഈ ഒരു വീടിനടുത്ത് പോലീസുകാര്, ആംബുലൻസ്, പത്രക്കാരെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോഴേക്കാണെങ്കിൽ ആൾഡോ പെട്ടെന്ന് എഴുന്നേറ്റ് സാർ അകത്തുണ്ട് എന്റെ സുഹൃത്ത് ക്രിസ്റ്റി അവൻ അകത്തുണ്ടെന്നും പറഞ്ഞ് ഓടി വരുമ്പോഴത്തേക്കും അവന്റെ ശരീരം ഇവര് വെളിയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ഇവൻ വന്ന് നോക്കുമ്പോൾ ക്രിസ്റ്റിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടേ ഉള്ളൂ, അവൻ എന്തായാലും മരിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ആൾഡോ പറയും ഓക്കെ എന്തായാലും ആശ്വാസമായി ക്രിസ്റ്റി, നിനക്കൊരു കുഴപ്പമില്ല, എല്ലാവരോടും നന്ദിയുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ ഇപ്പൊ ആംബുലൻസിൽ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതും ആൾഡോ അവിടെ നിന്ന് തിരിച്ചോടി ഒരിടത്തേക്ക് വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഓ ഇപ്പോഴാണ് ഇത്തിരി ആശ്വാസമായത്, ദൈവത്തിന് നന്ദി എന്നെല്ലാം പറഞ്ഞ് അവൻ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു ക്യാമറയുടെ കാര്യം ആലോചിക്കും. കാരണം അവൻ അവിടെ നിന്ന് ഓടുമ്പോൾ ആ ഒരു കിണറിനടുത്താണ് ക്യാമറ കിടന്നിരുന്നത്. ഓക്കെ അതെടുക്കാന്നും പറഞ്ഞ് ആ ഒരു കിണറിനടുത്തേക്ക് ഓടി വരുന്നതും അവിടെ 1-2 പോലീസുകാരൊക്കെ നിപ്പുണ്ട്. അങ്ങനെ ഓടി ഓടി ആ ഒരു കിണറിന്റെ ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. വേറെ ഒന്നുമല്ല, 2 പോലീസുകാരി അടുത്തുള്ള ആ ഒരു കിണറിൽ നിന്നും ആൾഡോയുടെ ശരീരം പുറത്തേക്ക് എടുക്കുന്നു. അതുമല്ല അവിടെയുള്ള ഒരു പോലീസുകാരൻ താഴെ കിടക്കുന്ന ഈ ഒരു ക്യാമറ ഉണ്ടല്ലോ അതും കൈകൊണ്ടിങ്ങനെ എടുക്കുമ്പോഴത്തേക്കാണ് ഇത്രയും നേരം നമ്മൾ കണ്ടത് ആൾഡോയുടെ ആത്മാവിനെയാണ്. സത്യത്തിൽ ആൾഡോ ആണ് അതിനകത്ത് വെച്ച് മരണപ്പെട്ടത്. സത്യത്തിൽ ആൾഡോയെ ആ ഒരു ഗോസ്റ്റ് ഇവിടെ വെച്ച് കൊല്ലുമായിരുന്നു. അവന്റെ ആത്മാവാണ് ഇത്രയും നേരം പുറത്ത് കിടന്നത്. അതുമല്ല ഇതിനൊരു കാരണം കൂടിയുണ്ട്. ആൾഡോ അതിനകത്ത് വെച്ച് പറയുമല്ലോ ആത്മാക്കൾക്ക് എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് വീണ്ടും വരുമെന്ന്. അതുകൊണ്ടാണ് ആ ഒരു ആത്മാക്കള് ആൾഡോയെ തിരഞ്ഞെടുത്ത് അവനെ തന്നെ കൊന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ക്രിസ്റ്റിയെ കാണിക്കുമ്പോഴത്തേക്കും ക്രിസ്റ്റി ഇപ്പോ ശരീരമെല്ലാം കുഴപ്പമില്ല, അവൻ ഓക്കെയാണ്. അവനിപ്പോ പോലീസുകാർ ചോദ്യം ചെയ്യാണ്, നിങ്ങൾ ആ ഒരു വീട്ടിൽ എന്താ ചെയ്തേ, ആൾഡോയെ ആരെയാ കൊന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ക്രിസ്റ്റി പറയും ഇല്ല എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ ശരി അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ക്യാമറയിലുള്ള വീഡിയോസ് ആണിത്, ഇതൊന്ന് കണ്ടു നോക്കാൻ പറയുന്നതും ഇപ്പൊ ആ ഒരു വീഡിയോക്കകത്തുള്ളത് കൂടുതലായിട്ടും ആൾഡോ എപ്പോഴേക്കും ആ ഒരു ക്യാമറ പിടിച്ചോ ആ ഒരു സമയത്തുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ആൾഡോ അതിനകത്തുള്ള ആ ഒരു ഗോസ്റ്റിനെ കണ്ട് പേടിച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ ക്രിസ്റ്റി ഒന്ന് ചോദിക്കുന്നുണ്ടല്ലോ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് പറയും. അത് കഴിഞ്ഞ ആൾഡോ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ ഒരു ഗോസ്റ്റിനെ കണ്ട് പേടിച്ചോടുമല്ലോ കിണറിനടുത്തേക്ക്. ആ ഒരു സമയം തിരിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് സത്യത്തിൽ ആ ഒരു ഗോസ്റ്റിന് പകരം അവിടെ വന്നത് നമ്മുടെ ക്രിസ്റ്റി ആയിരുന്നു. ക്രിസ്റ്റിയുടെ ശരീരത്ത് ആ ഒരു ഗോസ്റ്റ് കയറി ക്രിസ്റ്റിയാണ് നമ്മുടെ ആൾഡോയെ സത്യം പറഞ്ഞാൽ കൊന്നത്. കാരണം അവന്റെ ശരീരത്ത് ആ ഒരു ഗോസ്റ്റ് കയറിയിട്ട് ഇങ്ങനെ എല്ലാം ചെയ്യുമായിരുന്നു. അതല്ലാതെ വേറെ ക്ലിപ്പുകളൊന്നും അതിൽ കാണാനില്ല. അപ്പോൾ പോലീസുകാരെന്താണ് വിചാരിക്കുന്നത്, നമ്മുടെ ക്രിസ്റ്റിയാണ് ആൾഡോയെ കൊന്നതെന്ന്. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ക്രിസ്റ്റിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഇതല്ലാതെ വേറെ തെളിവൊന്നും അവനെ കാണിച്ചു കൊടുക്കാനും കഴിയത്തില്ല. അത് കഴിഞ്ഞ് നമുക്കൊരു കാര്യം കാണിച്ചു തരുന്നുണ്ട്. 1989 ഫെബ്രുവരി 3-ന് 3 മുതിർന്നവരുടെയും ഒരു കുട്ടിയുടെയും മൃതദേഹം ഈ ഒരു വീട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു. അതുപോലെ അവിടെയുള്ള മറ്റ് മനുഷ്യരുടെ അവശിഷ്ടങ്ങള് നിലവറയിൽ കുഴിച്ചിട്ട അവസ്ഥയിലാണ് കണ്ടെത്തിയത്. അതുപോലെ പാരോഗയൻ സ്വേച്ഛാധിപത്യ കാലത്ത് ഈ ഒരു വീട് എന്തോ ഒരു പീഡന കേന്ദ്രമായിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഇത് കണ്ടുപിടിച്ച ആളുകൾ പറയുന്നത്. അതിനുശേഷം ഈ ഒരു വീട്ടിൽ ആരും താമസമില്ലായിരുന്നു എന്ന് ഈ ഒരു വീടിനെ പറ്റിയുള്ള റിയൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി നമുക്കിപ്പോ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ ഈ ഒരു മൂവി കഴിഞ്ഞ് വീണ്ടും ഒരു സീനും കൂടിയുണ്ട്, അതുകൂടി കണ്ടിട്ടൊന്ന് പോയിക്കോ. കാണിക്കുമ്പോഴത്തേക്കും 2 യൂട്യൂബേഴ്സ്, പുതിയ യൂട്യൂബേഴ്സ് ആണ്, ഒരാണും ഒരു പെണ്ണും. ഇപ്പൊ ഇവര് രണ്ടുപേരും വന്നിട്ട് ആ ഒരു പെണ്ണ് ഇപ്പൊ പറയുന്നതാണെന്ന് വെച്ചാല് ഈ ഒരു വീട് നിങ്ങൾക്ക് അറിയോ, 2 യൂട്യൂബേഴ്സ് പ്രേതം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഇതിനകത്തേക്ക് കയറിയിട്ട് അവർ രണ്ടുപേരും പരസ്പരം അവരെ കൊല്ലുമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങളിപ്പോ ഈ ഒരു വീടിനകത്തേക്ക് കയറാൻ പോവാണ്. ആ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സ് രണ്ടുപേരും ഇതിനകത്തേക്ക് കയറിയതിനു ശേഷം ഒരു പ്രേതങ്ങളായിരിക്കാം അവരെ കൈവശം വെച്ചത്. അതുകൊണ്ട് വീട്ടിൽ എന്താണെന്ന് അറിയണോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്തു വാ എന്നും പറഞ്ഞ് ഈ രണ്ടുപേരും അതിനകത്തേക്ക് പോകുന്നതും ഇപ്പൊ മുകളിൽ നിന്ന് കാണിക്കുമ്പോൾ തന്നെ കാണുന്ന നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാല് ചെന്ന് കേറിക്കൊട്, അത്ര മാത്രമേ പറയാനുള്ളൂ. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കാണ്. ഓക്കെ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് മറക്കാതെ കമന്റ് ചെയ്തേക്കാം. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.